സോറി റിമി ചേച്ചി. അത് ശരി. റിമി ചേച്ചിക്ക് ഒന്നും പറയാൻ പറ്റാത്ത എനിക്കിത് ഞാൻ നിന്നെ അല്ലെങ്കിലും ഞാൻ പറയട്ടെ, ഇതൊന്നും ഞാൻ മനസ്സിലില്ല. എടാ ചക്കര, എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല, മനസ്സിൽ വെക്കാനും പറ്റില്ല. ഞാൻ കരഞ്ഞു, കൊറേ കരഞ്ഞു. അത് പോട്ടെ, അതൊക്കെ വിട്. കേട്ടോടനെ റിമി ചേച്ചി ഇവിടെ എഴുന്നേറ്റ് പോയിട്ട് അപ്പുറത്ത് കരയായിരുന്നു. നീ പറഞ്ഞില്ല റിമിയും വേണ്ട കുമിയും വേണ്ടെന്ന്. നീ പറഞ്ഞോ? നീ അങ്ങനെ പറഞ്ഞോ? അല്ല പറഞ്ഞോടാ. നീ അങ്ങനെ പറഞ്ഞു. പിന്നെ പിന്നെ എന്തിനീ സോറി റിമി ചേച്ചി? നിങ്ങൾ തമ്മി വഴക്കുണ്ടാക്കി പറഞ്ഞോടാ. പിന്നെ അവൻ പറഞ്ഞതിൽ ആകെയുള്ള ഒരു മിസ്റ്റേക്ക് വില്ലയിൽ വെച്ചല്ല ഇത് സംഭവിച്ചത്. എന്നെ സംഭവം ഇവിടെ രണ്ടുപേരും കൂടെ വഴക്കിട്ടപ്പം ഇപ്പം പറഞ്ഞു എനിക്ക് എന്റെ റിമി മോളാണ് എന്റെ. അപ്പം ഇപ്പം വിട്ടുകൊടുത്ത എനിക്ക് റിവ്യൂ വേണ്ട കുമിയും വേണ്ട എന്ന് പറഞ്ഞു. അവനത് അവതരിപ്പിച്ചു. അങ്ങനെയാണോ? അങ്ങനെ ഇതെങ്ങനെ സംഭവം ഒന്ന് പറഞ്ഞു, ഈ കഥ ഒന്ന് പറഞ്ഞേ. എനിക്കൊന്ന് അറിയാനാ. സംഭവം അതറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ അണ്ണനെ വിളിക്കാം, അവൻ വന്ന് എല്ലാം പറയും, പിന്നെ പ്രശ്നമാവും ആ കൂടെ. കാര്യമുള്ളൂ, സമയം കളയാനില്ല. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയുക. ഇവന് താരം ഒരു ലവ് ലെറ്റർ എഴുതി. അത് ശരി. അതെന്നോട് ചാക്കിച്ചാട്ടനാ പറഞ്ഞത്. എന്നിട്ട് അത് ഇവൻ കീറിക്കളഞ്ഞു. താരയോട് വെറുപ്പായിരുന്നു. എന്നിട്ട് ഞാനും ചാക്കിച്ചാട്ടനും പറഞ്ഞു, നിനക്ക് റിമിമോളെ വെച്ചേർത്താൽ റിമിമോളെ തരട്ടെ. അന്നേരം പറഞ്ഞ് എനിക്ക് റിമീനിയും വേണ്ട, ഒരു കുമീനിയും താരേനെയും വേണ്ട. ഓ, ഇതിന്റെ സംഭവം നടന്ന ഇതാണ്, വേറൊന്നുമല്ല. ഒരു ലവ് ലെറ്റർ കൊടുത്തു. ഇവൻ കീറി കളഞ്ഞു. അവള് വാങ്ങിയില്ല. ആ ഒരു ദേഷ്യവും ഇതെല്ലാം കൂടെ വെച്ചപ്പോഴത്തേക്ക് ആരെയും വേണ്ട, ജീവിതത്തിൽ വേണ്ട എന്നൊരു തീരുമാനം എടുത്ത വഴിക്ക് അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. പേരും കൂടെ അങ്ങ് കേറി വന്നു. അല്ലെങ്കിലും സ്നേഹിച്ചോര് വേദനിപ്പിക്കുന്നത് ആദ്യമായിട്ടല്ല. ഓ, എന്റെ കൊച്ചു മുതലാളി. ഒന്നും പറയണ്ട, നീ തന്നെ ഇത് പിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ആര്യനാണ് ഇനി എന്റെ മോൻ, എനിക്ക് അങ്ങനെയാണ്, നിങ്ങളൊന്നും അല്ല, നിങ്ങളൊന്നും ഇല്ലല്ലോ സാറില്ല, എനിക്ക് ഇവിടുന്ന് ഒരാളെ കിട്ടി എന്നൊക്കെ പറഞ്ഞ ആള്. എനിക്ക് പ്രശ്നമില്ല അണ്ണ, ഇത് എനിക്ക് മനസ്സിലായത് എല്ലാം മനസ്സിലായി. ഒന്ന് ഇവിടെ വരെ വന്നിട്ട് പോ. ഇതേപോലെയുള്ള കള്ള സ്നേഹത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം കേട്ടോ. കപട സ്നേഹത്തിൽ നീ എന്നെ രക്ഷിക്കണം കേട്ടോ. അയ്യോ, ഇത് കണ്ടോ? ഇതൊന്നും കാണുന്നില്ല ആരും കൂട്ടാ. അത് കണ്ടിട്ട് എന്ത് കാര്യം? കൂടെ ഉണ്ടാവണം എന്റെ. ഇത് കണ്ടിട്ട് എന്ത് കാര്യം? ഉണ്ടാവോ? എനിക്ക് വാച്ചൊക്കെ മേടിച്ചു തന്നിട്ട് ഞാൻ എന്തും തരും നിനക്ക്. എന്റെ ഫോട്ടോ ആളെ കളഞ്ഞ ഇല്ലല്ലോ. മൂന്ന് പേര് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഫോട്ടോ എടുത്തിരുന്നു. അങ്ങനെ വേണ്ട. ഇവിടെ അസൂയ നോക്കിയേ, കാരണം 3 പേരും കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. ഇല്ല, ഞാൻ അതിനകത്തില്ല. വഴക്കുണ്ടാക്കല്ലേ ഇതത് ബാക്ക് ഇടണോ? ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക് ശ്രീകുടി, ഇത്തവണത്തേക്ക് പോട്ടെ. അങ്ങനെ വേണ്ട. റിമി കൊറേ ദിവസമായിട്ട് പറയാണ്, കാരണം വേറൊന്നുമല്ല, എന്റെ ഫോട്ടോ ഇട്ടു എന്ന്. ഇനി നിങ്ങളുടെ ഫോട്ടോ ഇട്. ഷൂട്ടിന് വരുമ്പോ നീ MG സാറിന്റെ ഫോട്ടോ, വീട്ടിൽ പോകുമ്പോ ഈ ഫോട്ടോ ഇട്ടോണം വാച്ച് കേട്ടോ. ഇനിയിപ്പോ എന്തിനാ കാർഡ് പിടിക്കേണ്ടത്? എല്ലാം ഇനി ചാക്കിച്ചേട്ടന്റെ തലേ വെച്ചാ മതി നീ പറഞ്ഞിട്ട്. എല്ലാം പോട്ടെ, നിനക്ക് നല്ലൊരാളിനെ ഞാൻ നോക്കിത്തരാം കേട്ടോ. ഡോണ്ട് വറി. അത് വേറെ അല്ലാതെ തന്നെ ഈ താരയും വേണ്ട, റിവിയും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ.